വെൽക്കം ടു സാറാസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു കുഴലപ്പമാണ്. ഞാൻ എൻ്റെതായ രീതിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ചേരുവകളെ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടെ. ഈ ഗ്ലാസ്സിൻ്റെ 2.5 ഗ്ലാസ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈപ്പത്തിൻ്റെ മാവാണ്. അത് വറുത്ത പൊടിയാണ്. അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട്. ഒരു 5-10 ഉള്ളി, കൊച്ചുള്ളിയാണ്. പിന്നെ 5-6 വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ഈ തേങ്ങയ്ക്കകത്തിട്ട് നമുക്ക് ചതയ്ക്കണം. നല്ലപോലെ അരിയാൻ പാടില്ല. തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചതച്ചിവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ചെറിയ സ്പൂണാണ്. ഇതിനകത്ത് 1 സ്പൂൺ എള്ള് ചേർക്കാം. 1 സ്പൂൺ ജീരകം കൂടെ ചേർക്കുകയാണ്. 1 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് തിളയ്ക്കാനായിട്ട്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ അങ്ങോട്ട് ചേർക്കാം. ഈ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ അരിപ്പൊടി ചേർക്കാം. നമുക്ക് ഇതിനെ കൈ കൊണ്ട് കുഴക്കാം. വെള്ളം കൂടിപ്പോയാൽ നിങ്ങൾക്ക് ഇച്ചിരി മാവ് കൂടെ ചേർത്ത് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം. കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണയോട് ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കുക. മാവിൻ്റെ പുറത്ത് അല്പം വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഈ മാവ് ഇരുന്ന് ഉരുണ്ട് പോകാൻ. നിങ്ങൾക്ക് ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. എനിക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് എടുത്ത് അതിനകത്ത് പരത്തുന്നത്. ഇങ്ങനത്തെ ഇച്ചിരി എണ്ണ തേച്ച് കൊടുക്കാം. വലുപ്പമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ? നല്ലപോലെ ഒട്ടിക്കണം. ഇതിനുവേണ്ടി ഞാൻ സൺഫ്ലവറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓരോന്നായി നമുക്ക് ഈ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ മറിച്ചിടാം. ഇതിനെ ഞാൻ കോരുവാണ്. ഈ പരുവാണ്. നമ്മുടെ കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അടിപൊളി, നല്ല ക്രിസ്പി ആയിരിക്കുന്നു. മറന്നു പോകാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. സൂപ്പറായിരിക്കും. നല്ല ക്രിസ്പിയാണ്.